പേര് ജോബി എന്നാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നാട്ടിലൊരു വീട് വെക്കണം, അതൊരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു വീടായിരിക്കണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്ന കണക്കിന് ഒത്തിരി വീഡിയോസ് കാണാറുണ്ടായിരുന്നു. വീടിനെ പറ്റി, ഓരോ വീടുകളെ പറ്റി അന്വേഷിക്കാറുണ്ടായിരുന്നു. ഓരോ പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ആർക്കിടെക്ട്സിനെ പറ്റിയൊക്കെ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നല്ല രീതിയിൽ വീട് വെച്ചുകൊണ്ടിരുന്ന ഒരു ആർക്കിടെക്റ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റി. ജോബേട്ടൻ നമ്മളെ കാണാൻ വരുന്ന സമയത്ത് പുള്ളി ഓൾറെഡി ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കുന്നുമംഗലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 13 സെന്റ് സ്ഥലമാണ് പുള്ളി പർച്ചേസ് ചെയ്തത്. എനിക്ക് ഭാര്യയും 3 കുട്ടികളുള്ള എൻ്റെ ഒരു ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് കുറച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി സൈക്കിൾ ഓടിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെയുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട്, പിന്നെ കൂടാതെ ഇൻസൈഡ് ഓപ്പൺ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു, കാരണം കൂടുതലൊരു സ്വാതന്ത്ര്യം വേണം വീടിൻ്റെ ഉള്ളിൽ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചറൽ തീമിനെ പറ്റിയിട്ടോ കളർ ചോയ്സിനെ പറ്റിയിട്ടൊന്നും പുള്ളിക്ക് ഐഡിയാസോ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും നിലനിൽക്കുന്ന സ്റ്റൈലുള്ള ഒരു വീടാവണം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഓരോ ചെറിയ ചെറിയ പാർട്ടിൽ വരെ പുള്ളിക്ക് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രയർ റൂം ആണെങ്കിലും ആളൊരു ക്രിസ്ത്യനാണ്, അതേപോലെ തന്നെ നല്ലൊരു വിശ്വാസി കൂടിയാണ്. അപ്പോൾ എല്ലാ മാസവും പുള്ളി വീട്ടിലൊരു ഒരു പ്രാർത്ഥന വെക്കാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും പ്രയർ റൂമിലേക്ക് ആക്സസ് കിട്ടണം, എന്നാൽ അതിനനുസരിച്ച് പ്രയർ റൂം ഒരുപാട് വലുതാക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ പുള്ളി നമ്മളടുത്ത് സമീപിച്ചപ്പോൾ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്ലാന് പുള്ളിക്ക് കൊടുത്തു. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം വരച്ച പ്ലാൻ തന്നെ പുള്ളിയുടെ ആഗ്രഹങ്ങളായിട്ട് ഏകദേശം കണക്ട് ആയി. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കിലേക്ക് കമ്മിറ്റ് ആവുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഓൺലൈനിലും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടു. പുള്ളിയുടെ പല ഡിസൈനും കണ്ടതിന് ശേഷം നമ്മളുടെ ഒരു ടേസ്റ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പല ഡിസൈനുകളും പുള്ളിയുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ കാണുകയും നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം വാസ ഹോംസിലെ ആർക്കിടെക്റ്റായ തസ്നീമിനെ നേരിട്ട് കണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവതരിച്ചപ്പോൾ പുള്ളിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും ഉള്ളൊരു മനസ്സുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് വീട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് തരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് പുതിയൊരു വീട് വെച്ച് മാറാമെന്നുള്ളൊരു രീതിയിൽ വന്നത്. നമ്മൾ ഈ ഗ്രീൻ കളറിലേക്ക് വന്നൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഈ വർക്കിന്റെ ഡിസൈനിങ് മാത്രമല്ല മൊത്തം കൺസ്ട്രക്ഷൻ അടക്കം എല്ലാ വർക്കും A to Z വർക്ക് നമ്മുടെ വാസ ഹോംസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം പുള്ളീനെ ഈ കൺസ്ട്രക്ഷൻ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ അധിക ദിവസങ്ങളിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. സൈറ്റിൽ കാണുമ്പോഴും ഓഫീസിൽ കാണുമ്പോഴൊക്കെ അധികം ഗ്രീൻ കളർ ഡ്രസ്സിൽ വരിക, അതേപോലെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറിനോട് കൂടുതൽ താല്പര്യം കാണിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നോട്ടീസ് ചെയ്യും. അതനുസരിച്ചിട്ട് ഓഫീസിലെ നമ്മുടെ ആർക്കിടെക്ട്സ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്തു ഒരു ഗ്രീൻ കളറിലുള്ള ഡിസൈന് ജോബിന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ വരികയും പുള്ളിനെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സർപ്രൈസ് ആയിട്ട് നമ്മൾ ഈ ഡിസൈൻ പ്രസന്റ് ചെയ്തു. വീടിന്റെ കളർ തീം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഒരു റെഡ് കളർ പുറത്തൊരു നമ്മുടെ ബ്രിക്സിന്റെ ഒക്കെ കളറിലെ കുറച്ച് ക്ലാഡിംഗ് ഒക്കെ ഉള്ള ഒരു ഡിസൈൻ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഒരു ദിവസം തസ്നീം നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഗ്രീൻ കളറിനോടുള്ള ഒരു താല്പര്യം അറിഞ്ഞിട്ടാണ് ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു 3D കാണിച്ചത്. അപ്പോൾ നമുക്കത് ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഗ്രീൻ കളർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി അതൊരു വീടിൻ്റെ ഒരു തീമിലേക്ക് ആ ഗ്രീൻ കളർ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യാന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംശയത്തിനൊരു ഇട പോലും നൽകാതെ നല്ല രീതിയിലൊരു തീം തന്നുണ്ട്. ജോബിനെ സംബന്ധിച്ച് ആൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയാസും അഭിപ്രായങ്ങളൊക്കെ ജോബിന് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ സ്വീകരിച്ച് സൈറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്.